അതെ, അമേരിക്കൻ മണ്ണിൽ കാലുകുത്താനൊരുങ്ങുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റിപ്പോർട്ടുകൾ പ്രകാരം US സ്റ്റേറ്റായ അലാസ്കയിൽ വെച്ച് അദ്ദേഹം ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മീറ്റിംഗിന്റെ പ്രധാന ഉദ്ദേശം എന്നത് യുക്രൈന്റെ ഭാഗം വെക്കൽ തന്നെയായിരിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന ടെൻഷൻസിന്റെ എല്ലാം ഇടയിൽ അമേരിക്കൻ മീഡിയാസിൽ നമുക്ക് ഇത്തരത്തിലുള്ള നിരവധി ആർട്ടിക്കിൾസ് ഇപ്പോൾ കാണുവാൻ സാധിക്കും. ട്രംപ് റഷ്യയെ ടാർഗറ്റ് ചെയ്യുകയാണ് ത്രൂ ഇന്ത്യ. 25% താരിഫിന് മുകളിൽ അഡീഷണൽ 25% താരിഫ് ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്യുന്നത് നിർത്തുവാനും അതുമൂലം ഇന്ത്യ റഷ്യ ഇക്കണോമിക് റിലേഷൻസ് തകരുകയും അതിലൂടെ റഷ്യക്ക് കടുത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയുമായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശമെന്ന് ഈ മാധ്യമങ്ങൾ പറയുന്നു. അതായത് ട്രംപിന്റെ റിയൽ ടാർഗറ്റ് എന്നത് റഷ്യയാണ്. വ്ളാഡിമിർ പുടിനെ ഒന്ന് ടേബിളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടെ ഇന്ത്യയെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിനെല്ലാം മുന്നോടിയായി നാം ശ്രദ്ധിക്കേണ്ട വളരെ നിർണായകമായ ചില ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ നാം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയിലേക്ക് തിരിക്കുകയും അവിടെ വെച്ച് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ശേഷം ഇന്ത്യൻ PM ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിക്കലി സംസാരിക്കുകയും ഇതിൽ സ്പെസിഫിക്കലി യുക്രൈൻ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും ഉണ്ടായി. നമുക്ക് കാണാം അതേക്കുറിച്ചുള്ള ഇന്ത്യൻ PMന്റെ ട്വീറ്റാണിത്. ഹാഡ് എ വെരി ഗുഡ് ആൻഡ് ഡീറ്റെയിൽഡ് കോൺവെർസേഷൻ വിത്ത് പ്രസിഡന്റ് പുടിൻ. ഐ താങ്ക്ഡ് ഹിം ഫോർ ഷെയറിംഗ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഓൺ യുക്രൈൻ. യുക്രൈനെ പറ്റി മുന്നോട്ടുള്ള പദ്ധതികൾ എന്താണ് എന്നും റഷ്യ വരും ദിവസങ്ങളിൽ എന്താണ് ചെയ്യുക എന്നൊക്കെ ഇവർ വിശാലമായ ചർച്ച നടത്തി. അതിനുശേഷം നമുക്ക് കാണാം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, ഇത് ട്രംപിന്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലാണ്, ഇതിൽ ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന ഓഗസ്റ്റ് 15 റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന്. ഈ ചരിത്രപരമായ മീറ്റിംഗ് നടക്കാൻ പോകുക അമേരിക്കയുടെ ഇൻ ദ ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് അലാസ്കയിൽ വെച്ചായിരിക്കും. റഷ്യ US റിലേഷനിൽ എപ്പോഴും വളരെ നിർണായകമായ ഒരു സ്ഥലമാണ് അലാസ്ക. നാം ഈ കാണുന്നത് പോലെ റഷ്യയുടെ കിഴക്കൻ മേഖലയോട് പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് അലാസ്ക. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന ഇത് 1867കളിൽ അന്നത്തെ റഷ്യൻ എംപയർ വെറും തുച്ഛമായ വിലയ്ക്ക് അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു. ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നു ഇത്. ഇതിൽ റഷ്യ ഇന്നും പശ്ചാത്തപിക്കുന്നുണ്ട്. ഇനി ഇവിടെ വെച്ച് നടക്കാൻ പോകുന്ന ഈ മീറ്റിംഗിലെ പ്രധാന ചർച്ചാ വിഷയം എന്തായിരിക്കുമെന്ന് നോക്കിയാൽ അത് യുക്രൈൻ റഷ്യ സീസ് ഫയറിനെ പറ്റിയാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ താണ്ടി ഒത്തിരി ദൂരം ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നു. യുദ്ധം നിർത്തണമെങ്കിൽ പാതി യുക്രൈൻ ഞങ്ങൾക്ക് തരിക എന്നതായിരിക്കും റഷ്യ ഇവിടെ സംസാരിക്കാൻ പോകുക. അതെ, അത് തന്നെയാണ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റി. പുടിൻ ഓൾറെഡി ഇതേപ്പറ്റിയുള്ള സൂചനകൾ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ യുദ്ധം നിർത്തണമെന്നതാണ് ആവശ്യമെങ്കിൽ ഈസ്റ്റേൺ യുക്രൈൻ മുഴുവൻ ഞാനിങ് എടുക്കുമെന്ന്. യുദ്ധത്തിൽ വളരെയധികം നഷ്ടങ്ങൾ റഷ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. എന്നിട്ടിപ്പോൾ തുച്ഛമായ ഭൂമിക്ക് വേണ്ടി പുടിൻ യുദ്ധം നിർത്തുവാൻ കൂട്ടാക്കുകയാണെങ്കിൽ റഷ്യൻ ജനത പുടിന് ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ല. അതുകൊണ്ട് റഷ്യയുടെ ഏറ്റവും കുറഞ്ഞ ഡിമാൻഡ് എന്നത് പാതി യുക്രൈൻ ആയിരിക്കും. പാതി യുക്രൈൻ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈസ്റ്റ് യുക്രൈൻ എന്നതുകൊണ്ട് റഷ്യ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് യുക്രൈന്റെ റഷ്യൻ ഇൻവേഷൻ മാപ്പ്. റഷ്യ ഇപ്പോഴും യുക്രൈന്റെ ഈ ഒരു ഭാഗത്താണ് തങ്ങളുടെ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ മെല്ലെ ചെറിയൊരു വില്ലേജ് അല്ലെങ്കിൽ ചെറിയൊരു ഏരിയ അത്തരത്തിൽ കൈയടക്കിക്കൊണ്ട് മുന്നേറുന്ന റഷ്യക്ക് ഇപ്പോൾ അറിയാം അടുത്ത 1 അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ യുക്രൈന്റെ വലിയൊരു ഭാഗം ഇത്തരത്തിൽ തങ്ങളുടെ കൈക്കലാക്കുവാൻ സാധിക്കുമെന്ന്. അല്പം സമയമെടുത്താലും അത് തങ്ങളുടെ കൈപ്പിടിയിലാകുമെന്ന വിശ്വാസം റഷ്യക്കുണ്ട്. ഈ കാണുന്നതാണ് അതിനായി റഷ്യയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള യുക്രൈൻ ഇൻവേഷന്റെ പദ്ധതി. ഇതിൽ പ്രകാരം ഈ കളർ ചെയ്തിരിക്കുന്ന ഭാഗം വരെയും ഏകദേശം പാതി യുക്രൈൻ അല്ലെങ്കിൽ അതിലും അല്പം കൂടി റഷ്യ ഇപ്പോൾ ഡിമാൻഡ് ചെയ്തേക്കാം. ഇത്തരത്തിൽ പാതി യുക്രൈനോളം റഷ്യക്ക് ലഭിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഭാഗം മാത്രമായിരിക്കും പിന്നെയുള്ള പ്രോ നാറ്റോ രാജ്യമായ യുക്രൈൻ. എന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ റഷ്യ പറയുകയാണ് യുക്രൈന്റെ ഈ ഭാഗം ഒരിക്കലും നാറ്റോയിൽ അംഗമാകരുത് എന്ന്. അതാണല്ലോ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കവും. അവിടെ പിന്നെ വീണ്ടും പുതിയ ഇഷ്യൂസ് ഉടലെടുക്കും. അപ്പോൾ ട്രംപ് പറഞ്ഞേക്കാം, നിങ്ങൾ മുഴുവൻ ഈസ്റ്റേൺ യുക്രൈനും കൈക്കലാക്കിയ സ്ഥിതിക്ക് ബാക്കി വരുന്ന വെസ്റ്റേൺ യുക്രൈന് ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്ന വണ്ണം, അതായത് നിങ്ങൾ നാളെ ബാക്കിയുള്ള ഈ യുക്രൈനെയും ആക്രമിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അതിനായി അവർ നാറ്റോയിൽ അംഗമാകേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളാവും വരുന്ന ഓഗസ്റ്റ് 15 അലാസ്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഈ മീറ്റിംഗിൽ സംഭവിക്കുന്നത്. എന്നാൽ സെലൻസ്കി ഇതൊക്കെ അംഗീകരിക്കുമോ? വളരെ സുപ്രധാനമായ ചോദ്യമാണ്. കഴിഞ്ഞ നീണ്ട 3 വർഷത്തെ യുദ്ധം കൊണ്ട് യുക്രൈൻ എന്ന രാജ്യം തരിപ്പണമായി. യുക്രൈന്റെയും വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഈ ഒരു അവസരത്തിൽ സെലൻസ്കി ഇത്തരത്തിൽ ഒരു കരാറിൽ ഒപ്പിടുവാൻ തയ്യാറാകുമോ? എന്നാൽ ട്രംപ് പറയുകയാണ് സെലൻസ്കി അതിന് തയ്യാറായിരിക്കണമെന്ന്. President Putin, I believe, wants to see peace, and Zelensky wants to see peace. Now, President Zelensky has to get all of his everything he needs, because he's going to have to get ready to sign something, and I think he is working hard to get that done.
അതായത് ഇരുഭാഗത്തും ഇതുവരെ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഏതുവിധേനയും ഉടൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കുവാനായി സെലൻസ്കി ഇതിൽ ഒപ്പിടുവാൻ തയ്യാറാകണമെന്ന്. ഇനി അവസാനമായി ഇതിന്റെ എല്ലാം ഇമ്പാക്ട് നമ്മുടെ ഭാരതത്തെ എത്തരത്തിൽ ബാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ചർച്ചകളിൽ റഷ്യൻ ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളുടെ മേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതിനെ പറ്റിയും ചർച്ചകൾ നടക്കും. അഥവാ ഈ സമ്മിറ്റ് ഒരു തീരുമാനത്തിലെത്താതെ പരാജയമായി തീരുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്നത് മിക്കവാറും ആദ്യം ഇന്ത്യക്ക് മേലെ ഏർപ്പെടുത്തിയിട്ടുള്ളത് പോലുള്ള താരിഫ് ചൈനയ്ക്ക് മേലും അമേരിക്ക ഏർപ്പെടുത്തും. ഒപ്പം റഷ്യയിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് പൂർണ്ണമായി തടയുന്നതിനായി ഇന്ത്യക്ക് മേലുള്ള താരിഫിനെ ചിലപ്പോൾ ഇനിയും വർദ്ധിപ്പിച്ചേക്കാം. അതേസമയം ഈ സമ്മിറ്റിന് ശേഷം ഒരു തീരുമാനത്തിലെത്തി യുക്രൈന്റെ വലിയൊരു ഭാഗം റഷ്യക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ യൂറോപ്പിന്റെ യുഎസ്എയുടെ മേലുള്ള പൂർണ്ണമായ വിശ്വാസം നഷ്ടമായേക്കാം. നമ്മുടെ സെക്യൂരിറ്റി എന്നത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്, ആരും രക്ഷിക്കാൻ വരാൻ പോകുന്നില്ല എന്ന് ഇതിനകം തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ ഉടൻ തന്നെ വരാൻ പോകുന്ന ഈ റഷ്യ US മീറ്റിംഗ് എന്നത് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചാണെങ്കിലും വളരെ നിർണായകമായിരിക്കും. ഈ വിഷയത്തിൽ പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നതോടുകൂടി ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.